ഗുരു തൻ്റെ ശിഷ്യന്മാരെ ശില്പകല പഠിപ്പിക്കുകയായിരുന്നു. ശിഷ്യന്മാർ എത്ര പരിശ്രമിച്ചിട്ടും ഗുരുവിനെ പോലെ പൂർണ്ണതയുള്ള ശില്പങ്ങൾ നിർമ്മിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ശിഷ്യന്മാരിൽ ഒരുവൻ ഇങ്ങനെ ചിന്തിച്ചു, ഗുരുവിൻ്റെ പണിയായുധങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടാവാം ഗുരു നിർമ്മിക്കുന്ന ശില്പങ്ങൾക്ക് ഇത്രയ്ക്കും ഭംഗി. ഒരു ദിവസം ഗുരു പുറത്തു പോയപ്പോൾ ആ ശിഷ്യൻ ഗുരുവിൻ്റെ പണിയായുധങ്ങൾ മോഷ്ടിച്ചെടുത്തുകൊണ്ട് അതുകൊണ്ട് ശില്പങ്ങൾ നിർമ്മിക്കുവാൻ തുടങ്ങി. പക്ഷേ ശില്പങ്ങൾക്ക് ഗുരു നിർമ്മിക്കുന്നത് പോലത്തെ ഭംഗിയോ പൂർണ്ണതയോ കൈവരിക്കുവാൻ കഴിയുന്നില്ല. നിരാശയോടുകൂടി അവൻ ആ ശില്പങ്ങളുടെ അരികിലിരിക്കുമ്പോൾ ഗുരു എത്തി. അവൻ്റെ മുഖത്തെ സങ്കടം കണ്ടുകൊണ്ട് ഗുരു കാരണമന്വേഷിച്ചു. അവൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും അങ്ങയെപ്പോലെ ശില്പം കൊത്തുവാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ വിചാരിച്ചു അങ്ങയുടെ പണിയായുധങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടാവാം അങ്ങയുടെ ശില്പങ്ങൾക്ക് ഇത്രയ്ക്ക് പൂർണ്ണതയും ഭംഗിയുമെന്ന്. ഇന്ന് ഞാൻ അങ്ങ് പുറത്തു പോയപ്പോൾ അങ്ങയുടെ ശില്പങ്ങൾ ഞാൻ മോഷ്ടിച്ചെടുത്തു. അതുകൊണ്ട് ഞാൻ ശില്പങ്ങൾ നിർമ്മിച്ചിട്ടും എൻ്റെ ശില്പങ്ങൾക്ക് പൂർണ്ണത കൈവരിക്കാൻ കഴിയുന്നില്ല. ഗുരു സ്നേഹത്തോടെ അവനോട് പറഞ്ഞു, മകനെ, നീ മോഷ്ടിച്ചെടുത്തത് ഗുരുവിൻ്റെ പണിയായുധങ്ങളാണ്. നീ മോഷ്ടിച്ചെടുക്കേണ്ടത് ഗുരുവിൻ്റെ പണിയായുധങ്ങളല്ല, മറിച്ച് ഗുരുവിൻ്റെ ചൈതന്യമാണ്. പ്രിയരെ, ഈ ഒരു ചെറിയ കഥ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് എന്തുണ്ട് എന്നുള്ളതല്ല നമ്മളെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്, മറിച്ച് നമ്മുടെ ഉള്ളിലെ നന്മയാണ് നമ്മളെ പൂർണ്ണതയുള്ള വ്യക്തികളാക്കി മാറ്റുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതിനെക്കുറിച്ച് ഓർത്ത് പരാതി പറയുന്നവരാവാതെ നമ്മുടെ ഉള്ളിൽ നന്മ നിറയ്ക്കുന്ന വ്യക്തികളായി മാറാം. അങ്ങനെ ആ ഗുരുവിൻ്റെ ചൈതന്യത്തോടുകൂടെ നമുക്കും ഭംഗിയുള്ള ശില്പങ്ങളായി മാറാമെന്നേ. ഗോഡ് ബ്ലെസ് യു.